ലൈഫിൽ പുറത്തു പോയ സമയത്ത് ഫസ്റ്റ് ഒരു ഇതുപോലെ ബോഡി ഷേമിങ്ങോ കളിയാക്കലോ അങ്ങനെ വന്നത് എപ്പോഴായിരുന്നു? ഈ ഹൈറ്റിന്റെ കളിയാക്കുവാന്ന് മനസ്സിലായത് ഫ്രണ്ട്സ് തന്നെ തമാശക്കാണ്, അത് തമാശക്കാ. പക്ഷെ നമുക്കത് അവരുടെ മനസ്സിൽ അതൊരു ഉള്ളതുകൊണ്ടാണല്ലോ തമാശ രൂപത്തിൽ പുറത്ത് വരുന്നത്. പിന്നെ ഞങ്ങളത് ചിരിച്ച് തള്ളിവിടും. ഈ ഫ്രണ്ട്സ് തമ്മിൽ കളിയാക്കുന്നത് ഫീൽ ആവും? എനിക്ക് ഫീൽ ആകാറുണ്ട്, പുള്ളിക്ക് ഫീൽ ആകാറുണ്ട്. അവരത് ഫണ്ണി രീതിയിലാണെങ്കിലും പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും. ചില കളിയാക്കല് ഭയങ്കര ഫണ്ണല്ല അല്ലേ? ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ ഹൈറ്റിന്റെ കേസ് എടുക്കാൻ മെയിൻ റീസൺ ഇപ്പൊ എല്ലാവരോടും കൂടെ പറയുന്നത്, ഞാൻ പഠിച്ചു വന്ന ടൈമില് ഞാനായിരുന്നു അസംബ്ലിക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ നല്ല ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറയും എല്ലൊക്കെ കൊണ്ടുകയറുന്നു. ഒരുപാട് സത്യമായിട്ട് ഏഞ്ചൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ കാര്യം, ഞാൻ പഠിച്ചുകൊണ്ട് 10 +1 +2 ഡിഗ്രി ടൈമിലൊക്കെ എന്ത് പൊക്കോ തോട്ടിക്കോല് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അന്ന് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഹൈറ്റ് ഉള്ളതുകൊണ്ട്. കാരണം ഒരുപാട് മോഡലിംഗിലൊക്കെ ഭയങ്കര ഏഞ്ചലിന് അറിയാലോ, നമ്മളൊരു ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഹൈറ്റ് ഉണ്ടോ ഇല്ലേ, ഓക്കെ റിജക്ട്. പക്ഷെ ഗുണങ്ങളുണ്ട്. ഹൈറ്റ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ചില ജോലി പോലെ ചില ജോലിക്ക് ഹൈറ്റ് വേണം. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പൊക്കമുള്ള പെൺപിള്ളേർ ഒരിക്കലും കളിയാക്കരുത്. ആ പൊക്കം കിട്ടണമെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം ഉള്ളതാണ് പൊക്കം കിട്ടിയത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ പണ്ട് ഫാമിലി നിനക്ക് ഇത്രയും ഹൈറ്റിൽ നിനക്ക് എവിടെ നിന്ന് ഒരു കല്യാണ ചെക്കനെ കിട്ടും, ഇത്രയും തോട്ട പോലത്തെ ഹൈറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഫാമിലിന്ന് അങ്ങനെ ആരും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് തന്നെ പറയുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ പോട്ടെ കുഴപ്പമില്ല, പക്ഷെ നമ്മളറിയാം നമ്മുടെ ഫ്രണ്ട്സ് കൂടെ നിന്ന് കളിയാക്കുമ്പോഴാണ്, ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ നമുക്ക്, അവരാണല്ലോ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. സപ്പോർട്ട് ചെയ്യേണ്ടവർ എന്നെ കളിയാക്കുമ്പോൾ തമാശയായിരിക്കും ചിലപ്പം, പക്ഷെ അത് ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരുപാട് തവണ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് ഹൈറ്റിന്റെ കേസ്. ഇപ്പൊ ഞാൻ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് തോന്നിയതും അല്ല ബാക്കിയുള്ളവർക്കും തോന്നുന്ന കാര്യമാണ്. ചേച്ചി മനഃപൂർവ്വം ഇപ്പൊ ഒരു വൈറലാവാനോ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണോ ഈ ഹൈറ്റിന്റെ? അതായത് ഞാൻ വീഡിയോ നോക്കുന്ന സമയത്ത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ചേട്ടൻ ആദ്യം ഹൈറ്റ് നിൽക്കും, എന്നിട്ട് പറയും താന്നിട്ട് ഹീൽസ് മാറ്റിയിട്ട് ആ ഒരു ബേസിലാക്കാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പൊ ചേട്ടനെ ഒരു ഇതാക്കിയിട്ട് അല്ലെങ്കിൽ ചേട്ടൻ നെഗറ്റീവ് വരുമെന്ന് അറിയാം, അപ്പൊ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്? മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പക്ഷെ ചേട്ടനെ കൊച്ചാക്കാൻ വേണ്ടിട്ടല്ല, കണ്ടന്റ് എല്ലാം പുള്ളി തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഞാനല്ല. ഇതാണ് എല്ലാവരോടും പറയാനുള്ള കാര്യം. എല്ലാരും പറയുന്നത് പുള്ളിക്കാരി ആ ചേട്ടനെ താത്തി കെട്ടുന്നു, കൊച്ചാക്കുന്നു. ഞാനൊരു കണ്ടന്റ് പറയും, അപ്പൊ പുള്ളിയാണ് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന പോലെ. പുള്ളി എല്ലാം എഴുതി പറയും എൻ്റെ അടുത്ത്, നമുക്ക് ഇങ്ങനെ ചെയ്യാം. പുള്ളിയാണ് എല്ലാത്തിന്റെയും. അപ്പൊ ശരിക്കും പുള്ളിയല്ലേ എന്നെ കളിയാക്കുന്നത്. അപ്പൊ അതാണ് ഇതെല്ലാരും കണ്ടല്ലോ അല്ലേ, പാവം എല്ലാരും ചേച്ചി എന്നെയാണ് കുറ്റം പറയുന്നത്. റീച്ച് ഉണ്ടാക്കുന്നത്, നീ റീച്ചിന് വേണ്ടിട്ടല്ലേ അവനെ കൊണ്ട് നടക്കുന്നൊക്കെ ഒരു കമന്റ്സ് ഒക്കെ ഞാൻ. അല്ല ഏഞ്ചലൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാരും റീച്ചിനുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാരും ഇപ്പൊ നമ്മുടെ കുറെ ലവേഴ്സ്, കുറെ ഇപ്പൊ നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഈ 2K കിഡ്സ് 90 കിഡ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ 90 കിഡ്സ് ആട്ടോ. ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ 2K കിഡ്സ് അല്ലേ എന്ന് വെച്ചാൽ ഒരുപാട് കമന്റ് ബോക്സിൽ ഞങ്ങൾ 90 കിഡ്സ് ആട്ടല്ല, എന്താ 90 കിഡ്സ് അല്ലേ, ഒരുപാട് പേര് നിങ്ങൾ 2K കിഡ്സ് അല്ലേ, അങ്ങനെയല്ലേ, കാന്താരി അല്ലേ, കലിപ്പനല്ലേ, ഏത് കാന്താരിയും കലിപ്പനല്ലേ, ഞങ്ങൾ അല്ല 90 കിഡ്സ് അല്ലേ. ഏഞ്ചലോട് ഞാൻ ചോദിക്കുക, നമുക്ക് ഈ ഒരു ഇടയ്ക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഷോർട്ട് ഗേൾ ടോൾ ബോയ് കോംബോ. അതെല്ലാരും ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ലവേഴ്സ്, ഇഷ്ടംപോലെ ലവേഴ്സ് അങ്ങനെയാട്ടോ, കപ്പിൾസ് അങ്ങനെയാണ്. എനിക്ക് എന്റെ ചേട്ടാ ഇത്ര ഹൈറ്റ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, എനിക്ക് എന്നെ കുറച്ചുകൂടി മതി. ഞങ്ങൾ തിരിച്ചിട്ട് ചെയ്തു. പക്ഷെ അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? നിങ്ങള് ഷോർട്ട് ഗേൾ ടോൾ ബോയ് എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നു, സ്റ്റോറി ഇടുന്നു, നല്ല കമന്റ്സ് ഇടുന്നു. തിരിച്ചൊരു പെൺകൊച്ചിന് പൊക്കം വന്നു, ആൺകൊച്ചിന് ഹൈറ്റ് കുറഞ്ഞാൽ എന്താ പ്രശ്നം? ഹൈറ്റ് കുറഞ്ഞ ആമ്പിള്ളേരും ഉണ്ട്, അവർക്കും ഇത് ശരിക്കും കക്കാൻ കാരണം അങ്ങനെയാ. അവര് നോക്കുമ്പോ അവരെ കുറിച്ച് അങ്ങനത്തെ ഒരു ഇപ്പൊ പൊക്കം കുറഞ്ഞ ആണുങ്ങളുടെ ഒരു ഭാഗത്തുനിന്നുള്ള ഒരു വീഡിയോ അങ്ങനെ വന്നില്ല. അപ്പൊ നോക്കിയപ്പോ അങ്ങനെ ഒരു ഞങ്ങള് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് സന്തോഷമാവുമല്ലോ. ഒരുപാട് ആൾക്കാർ അപ്പൊ എല്ലാരും പറഞ്ഞ ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെയാ കുറെ പേര് കമന്റ്. ഞാനൊരു കമന്റ് ഉണ്ട്, എന്നാലും എന്റെ പൊട്ടാ നീ ഇതെങ്ങനെ, ഞാൻ ട്രൈ ചെയ്ത എന്റെ ട്രൈ കണ്ടവള്. അതായത് കമന്റ് റിപ്ലൈ കൊടുത്തായിരുന്നു തോന്നുന്നു. ഞാൻ കാണുന്ന കമന്റ് മൊത്തം ഇതൊക്കെ ഈ പൊട്ടനൊക്കെ എങ്ങനെ കിട്ടുന്നു. ട്രൈ ചെയ്യട്ടെ. ഓക്കെ.